രോഹിതിനെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് കോടതി. എനിക്ക് തോന്നുന്നു ഏറ്റവും അനുയോജ്യമായ വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരെ ആക്രമിക്കപ്പെട്ടാലും കൃത്യമായ നടപടികൾ എടുക്കും. അത് ആണാണോ പെണ്ണാണോ എന്ന് വ്യത്യാസമില്ലാതെ എടുക്കുമെന്ന് കോടതി കാണിച്ചു തന്നിരിക്കുകയാണ്. ആണാണോ പെണ്ണാണോ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമല്ല. ഇവിടെ ഗ്രീഷ്മ എന്നൊന്നും ഇവിടെ വിളിക്കേണ്ട കാര്യമില്ല. ആ രാക്ഷസിക്ക് വധശിക്ഷ, അർഹിക്കുന്ന ശിക്ഷ കോടതി കൊടുത്തിരിക്കുന്നു. പ്രതിഭാഗം വാദിച്ചത് എന്താ? പ്രായത്തിന്റെ ഇളവ് നൽകണം, തുടർന്ന് പഠിക്കണം. പൊട്ടിക്കരഞ്ഞെന്ന് ഗ്രീഷ്മ. എന്തിനാണ് അവൾ പൊട്ടിക്കരയുന്നത്? കരയാനുള്ള യാതൊരു വിധമായ യോഗ്യതയോ അർഹതയും അവൾക്കില്ല. എന്തിനാണ് ഇവള് പഠിച്ചിട്ട്? എന്തിനാണ് ഇവക്ക് അറിയാവുന്ന, ഇവള് പഠനത്തിൽ മിടുക്കിയാണെന്ന് പറയുമ്പോൾ അറിയാവുന്ന മിടുക്ക് കൊണ്ട് റിസർച്ച് ചെയ്ത് അത് കൊലപാതകമാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ സ്ലോ പോയിസണിങ് ചെയ്ത ഒരുത്തനെ കൊല്ലാൻ, അതും മനസ്സും ശരീരവും പകർന്നു നൽകിയ ഒരുത്തനെ. ഇപ്പം നോക്കൂ, വെറും ഒരു പ്രണയമൊന്നും അല്ല, വിളിച്ചു വരുത്തി സെക്സ് ചെയ്തിട്ടാണ് കഷായത്തിൽ ഈ സാധനം കലക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവള് പഠിക്കണ്ട. കോടതിയോട്, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയോട് പല കാര്യങ്ങൾക്കും പലർക്കും എതിർപ്പുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്ത്യയിലെ നിയമവ്യവസ്ഥയോട് അഭിമാനത്തോടെ ഓരോ മലയാളിയും നോക്കിക്കാണുന്ന ദിവസം. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ്. ഇന്ന് രാവിലെയും നമ്മൾ പലരോടൊക്കെ ചില സംസാരിക്കുന്ന സമയത്ത് ഗ്രീഷ്മയുടെ വിധി, എന്തോ അവളൊരു 7-12 വർഷം കഴിയുമ്പോൾ അവൾ ഇറങ്ങി വരും, ഒരു കൂടിപ്പോയ ഒരു ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞെടുത്ത് അവളിനി ഈ ഭൂമിയിൽ വേണ്ട എന്ന് തീരുമാനിച്ച കോടതിക്ക് ഒരു നല്ല നമസ്കാരം കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പഴുതടച്ച അന്വേഷണത്തിലൂടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ മുഴുവൻ അടച്ചുകൊണ്ട്, അതിനകത്ത് സാക്ഷിമൊഴികളില്ല, സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ട് കൃത്യമായൊരു കേസ് ഫ്രെയിം ചെയ്ത് കോടതിയിൽ എത്തിച്ച് വാദിപ്പിച്ച് വിജയിപ്പിച്ച പോലീസിനും പ്രോസിക്യൂഷനും കൈകൂപ്പിക്കൊണ്ട് നമസ്കാരം പറയണം. കോടതി വിധി പറയുന്നതിന് മുമ്പിട്ട് ഷാരോണിന്റെ അച്ഛനെയും അമ്മയെയും മുറിയിലേക്ക് വിളിപ്പിച്ചു. അവർ പ്രായം കണക്കിലെടുക്കണം. പ്രതിഭാഗം വാദിച്ച പ്രായം കണക്കിലാക്കണം. കോടതി തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ? മരണപ്പെട്ട ഷാരോണിനും ഇവളുടെ പ്രായമായിരുന്നു, ആ പ്രായവും കണക്കാക്കണ്ടേ? സ്നേഹിച്ചു കൊണ്ട് കൊല്ലുക. ഷാരോൺ ഇവളെ അടിച്ചു, ഇവളെ ഭീഷണിപ്പെടുത്തുമോ എന്ന് പേടിച്ചു. അങ്ങനെയാണെങ്കിൽ നീ കുത്തിക്കൊല്ലാൻ ഞാൻ എന്താ? ഈ ആദ്യത്തെ ദിവസത്തിന് മുമ്പും ഇവളെ അറ്റംപ്റ്റ് നടത്തിയല്ലോ, ജ്യൂസ് കൊടുത്തിട്ട്. പിന്നെ കോടതി നിരീക്ഷിക്കുന്നുണ്ട്, ഇവളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഷാരോണിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഷാരോണിന് അറിയാമായിരുന്നു. മരണക്കടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറയാൻ മടിച്ചു എന്നുള്ളത്. മരണമൊഴിയിൽ പോലും ഷാരോൺ അവസാനം പറയുന്നത് പെൺ സുഹൃത്ത് കഷായം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ഗ്രീഷ്മയുടെ പേര് അവൻ പറഞ്ഞില്ല. വാവയെന്ന് അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ, തിരിച്ചു വിളിക്ക് ആത്മാർത്ഥതയില്ലായിരുന്നെങ്കിലും അവന്റെ വിളിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുകയാണ് ഈ കേസിന്റെ അവസാന ഘട്ടം. ഇത്രയും നാള് ഇവള് 1 വർഷം മാത്രമാണ് ജയിലിൽ കിടന്നത്. പിന്നീട് ഇവള് ജാമ്യം എടുത്ത് പലയിടത്ത് നടക്കുകയായിരുന്നു. ആ വീട് വിറ്റു. അച്ഛൻ ഗൾഫിലാണ്. ഉണ്ടായിരുന്ന പൈസയൊക്കെ എടുത്ത് ഇവർക്കൊക്കെ വേണ്ടി കേസ് വാദിച്ചു. അവസാനം നല്ല തിരുവനന്തപുരത്തെ പ്രമുഖരായ വക്കീലിനെ വെച്ചിട്ടാണ് വാദിച്ചത്. എന്നിട്ടും ഇവരിത് അപ്പീലിന് പോകും, സംഭവം ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ഭാരതത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും ഇവർക്ക് ഇതേ ശിക്ഷ വിധിക്കുന്നത്. എന്തായാലും അപ്പീലിന് പോകുമല്ലോ, അപ്പീലിന് പോകാതിരിക്കത്തില്ല. ആ ദിവസത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇവളുടെയൊക്കെ ചിന്ത എന്തോ, ഒരു 10-35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കേസൊക്കെ തീർന്നിട്ട് ഇറങ്ങി വരാം, പിന്നെ ഒരു ജീവിതം നയിക്കാം, ഇതൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അവിടെ നീതി ദേവത കണ്ണു മൂടി കെട്ടിയിട്ടല്ല ഇരിക്കുന്നത്, കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു വിധി പ്രസ്താവനയാണ് ഇത്. പല ആളുകൾക്കും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. നോക്കൂ, നിങ്ങൾ പ്രണയിച്ചോളൂ, നിങ്ങൾ ബ്രേക്കപ്പ് ആയിക്കോളൂ, നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിച്ചോളൂ, ഒരാളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിലും ഭേദം നിനക്ക് എന്നെ കൊന്നുകൂടെ. അങ്ങനൊന്നും കൊല്ലാൻ ഈ നിയമം അനുവദിക്കുന്നില്ലെന്നേ. പ്രണയം തകരുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഒരു കാരണമില്ലാതെ ഈ പ്രണയം ഉപേക്ഷിച്ച് പോകണമെങ്കിൽ നിങ്ങൾ പ്രണയിക്കാതിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കും. അല്ല, ആ ഒരു ഫീലിങ്സ് ഒരിക്കലും നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഇല്ല, ഇനി അത് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു ആ ഒരു ആളെ കൊല്ലുന്നതിന്റെ ആവശ്യകതയില്ലല്ലോ. ആ റിലേഷൻഷിപ്പ് അവിടെ അവസാനിപ്പിക്കുക. ഉറപ്പായിട്ടും അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പ്രണയിക്കുന്നത് തെറ്റാണെന്നൊന്നും പറയാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത് പ്രണയപ്പക എന്ന് പലരും വിളിച്ചു. ഇത് പ്രണയപ്പകയല്ല. ഇതെങ്ങനെയാണ് പ്രണയപ്പകയാവുന്നത്? പ്രണയപ്പകയാവുന്നത് എപ്പോഴാണ്? ഒരാള് ഈ വഞ്ചിച്ചതിന്റെ പുറത്താണ് പ്രണയപ്പക ഉണ്ടാവുക. ഇത് പ്രണയപ്പകയല്ല, ഇത് പ്രണയിച്ചുകൊണ്ട് കൊല്ലുക, സ്നേഹത്തോടെ വിഷം കൊടുക്കുക, സ്ലോ പോയിസണിങ് നടത്തുക. ആ പയ്യൻ 10-11 ദിവസം ആശുപത്രി കിടക്കയിൽ അനുഭവിച്ചത് നാക്ക് മുതൽ അന്നനാളം വരെ പുള്ളി. ഒരു തുള്ളി ജലം കുടിക്കാൻ കഴിയാതെയാണ്, വെള്ളം കിട്ടാതെ മരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള മരണമാണ് ഷാരോണിനുണ്ടായത്. എന്തായാലും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയോട്, നീതി വ്യവസ്ഥയോട് ഭയങ്കര കോടതിയുടെ മാസ് പെർഫോമൻസ് ആയിരുന്നു. ചെയ്യുന്ന കൗണ്ടറുകൾക്ക് മുഴുവൻ കോടതി തന്നെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. തൂക്കുകയർ, ഇന്ത്യയിലെ പരമാവധി ശിക്ഷ, അത് ഗ്രീഷ്മയ്ക്ക് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അർഹിക്കുന്നുണ്ടാണല്ലോ. അർഹിക്കുന്ന എത്രയോ കേസുകളിൽ
ഇത് അർഹിക്കുന്ന എത്രയോ കേസുകളിൽ കോടതി ഇത് വിധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ പെൺകുട്ടിയാണെന്നുള്ള പരിഗണന കിട്ടുമെന്ന് വിചാരിച്ചു, പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള പരിഗണന കിട്ടുമെന്ന് വിചാരിച്ചു. പ്രായത്തിന്റെ അങ്ങനെയല്ല. ഒരുപക്ഷെ ആ വിധി പ്രസ്താവന നടത്തിയ ജഡ്ജിമാർക്കും ഉണ്ടാവും മക്കളോ സഹോദരങ്ങളോ ഒക്കെ ഈ പ്രായത്തിലുള്ളത്. അവർക്ക് കൃത്യമായ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വേദന കൃത്യമായി മനസ്സിലാകും. ആ പയ്യന്റെ, ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ അവളോടുണ്ടായിരുന്ന പ്രണയത്തിന്റെ എന്താണ് അതിന് പറയാ, പ്രണയത്തിന്റെ ആഴങ്ങൾ ആ കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവളിൽ നിന്ന് ഈ പറയപ്പെടുന്ന ശരീരമോ അല്ലെങ്കിൽ അവളുടെ പൈസയോ ഒന്നും മോഹിച്ചിട്ടായിരിക്കില്ല ആ പയ്യൻ പ്രണയിച്ചിട്ടുണ്ടാവുക. ആണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ സഹോദരനോടോ ബന്ധുക്കളോടോ പോലീസിനോടോ പറയും ഇങ്ങനൊരു സംഭവം കുടിച്ചപ്പോൾ മുതലാണ് ഇതുണ്ടായത് എന്ന്. അവളെ മാത്രമായിരിക്കും അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അവളുടെ സ്നേഹം മാത്രമായിരിക്കും അവൻ കൊതിച്ചിട്ടുണ്ടാവുക. താലി വേടിച്ച് ചാർത്താൻ നിർബന്ധിച്ചത് ഗ്രീഷ്മയാണ്. എൻ്റെ നെറ്റിയിൽ കുങ്കുമം വെച്ച ആളാണ് ആ അങ്കിളുടെ മകനെന്ന് അച്ഛനോട് ചാറ്റ് ചെയ്തവൾ. ഈ അന്യൻ സിനിമയിലെ വിക്രമൻ അവന്റെ റോളാണ്. ഒരു സമയത്ത് അമ്പിയും ഒരു സമയത്ത് അന്യനും. അതേ സാധനമാണ് ഗ്രീഷ്മ കളിച്ചത്. ഇവളെന്താ വിചാരിച്ച ഇവിടുത്തെ പോലീസുകാർ മണ്ടന്മാരാണെന്നോ, ഇവിടുത്തെ നിയമങ്ങൾ മണ്ടന്മാരാണെന്നോ, അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം മണ്ടനാണെന്നോ. അപ്പോൾ ഈ അപൂർവമായ കേസുകളിൽ മാത്രമാണ് പ്രതികൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള പ്രതികളും സുകുമാരക്കുറുപ്പിനെ പോലുള്ളവരൊക്കെയാണ്. അല്ലാതെ ഉള്ളവരെല്ലാം കേരള പോലീസ് പിടിച്ചിട്ടുണ്ട്. ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഏതറ്റത്ത് വന്നിട്ടായാലും പോലീസ് പിടിക്കും. പ്രത്യേകിച്ച് കൊലപാതക കേസുകൾ കേരള പോലീസ് അത്രയും എഫിഷ്യൻ്റ് ആണ്. ചില കേസുകളൊക്കെ ആണ് അത് ചില ഉദ്യോഗസ്ഥന്മാർ വേണം വേണ്ടാന്ന് വിചാരിച്ച് കളഞ്ഞു പോകുന്നതാണ്. ഇത്രയും സെൻസേഷണലായ ഒരു വാർത്ത 11 ദിവസം ഇപ്പോൾ ഇതിന് ആശുപത്രി കിടന്നപ്പോഴും ആർക്കും അറിയില്ലായിരുന്നു ഇതൊരു കൊലപാതകമാണ്, അവനെന്തോ അസുഖമാണ്, ഇതിൻ്റെ അലർജിയാണ്, എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലയിടത്തും അന്വേഷിച്ചു. അന്ന് ഈ ഇവൻ സുഖമില്ലാതെ ആശുപത്രിയിലായ സമയത്ത് ഇന്നതാണ് സംഭവിച്ചത് എന്ന് ഇവള് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ സയൻസിന്റെ അഡ്വാൻസ്ഡ് മെഡിക്കൽ സയൻസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചെയ്യാമായിരുന്നു. അതിന് പോലും അവൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇവനുമായി ബന്ധമുണ്ടായിരുന്ന സമയത്ത് ഇവളൊരു പട്ടാളക്കാരനുമായി ബന്ധം ഉറപ്പിച്ച് അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിരുന്നു ഇവളുടെ രീതി. എന്തായാലും നമുക്കറിയാം, അമ്മയെ വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ഷാരോണിന്റെ കുടുംബത്തിന് ഭയങ്കര സങ്കടമായിരുന്നല്ലോ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമാണ്, നിയമം പറയുന്നതനുസരിച്ച് നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറയാണ്. ആ അച്ഛന്റെ ബൈറ്റുണ്ട്. ഈ ഷാരോണിന്റെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എന്നും വരുമായിരുന്നു. ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് വയ്യാണ്ടായി. ഒരു കുടുംബമല്ലേ നശിച്ചേ? ഒരു കുടുംബമല്ല, 2 കുടുംബം. ഗ്രീഷ്മ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഗ്രീഷ്മയുടെ അമ്മാവനിപ്പോ കേസിൽ പ്രതിയാണ്, അയാൾക്ക് ശിക്ഷയുണ്ട്. അമ്മ ഇത്രയും കാലം അനുഭവിച്ചു, അയാളുടെ അച്ഛൻ അനുഭവിച്ചു. ഇവളെ വളർത്താൻ വേണ്ടി പാവങ്ങള് കഷ്ടപ്പെട്ടിട്ടല്ലേ അവളെ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നു. ആ അമ്മാവന് സ്വാഭാവികമായിട്ടും മരുമകൾക്ക് ഒരു തെറ്റ് പറ്റിയപ്പോൾ സഹായിക്കുന്നത് തെറ്റാണ്, എന്നാൽ പോലും നിയമത്തിന് മുന്നിൽ തെറ്റാണ്. പക്ഷെ അയാളുടെ ഒരു പ്രോസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ സഹോദരിയുടെ മകൾക്ക് വേണ്ടി ചെയ്തതാണ്. ഇതൊക്കെ നശിച്ചത് ഈ ഒരുത്തി കാരണമല്ലേ? എന്നിട്ട് ഇവിടെ അട്ടക്കുളങ്ങര ജയിലിൽ പോകുന്നു, അവിടെ പ്രശ്നം ഉണ്ടാകുന്നു, ഇവിടെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റുന്നു, പോലീസ് സ്റ്റേഷനിൽ ഒരു ആത്മഹത്യാ നാടകം കളിക്കുന്നു, ആത്മഹത്യാ ടെൻഡൻസി ഉള്ള കുട്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി. കഴിഞ്ഞ ദിവസം ഈ വിധി പ്രസ്താവന മാറ്റിവെച്ച ദിവസം ഇവള് കോടതിയിൽ എഴുതി കൊടുക്കാനുള്ളതെല്ലാം എഴുതി കൊടുത്തിട്ട് പോലീസ് ജീപ്പിൽ കയറിയിരുന്ന ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഷോ ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ ആയിക്കോട്ടെ, ഇപ്പോ ഒരമ്മയെ ജനിപ്പിച്ചതിന്റെ കൂലിയായിട്ട് ഒരുത്തൻ വെട്ടിക്കൊന്നു. അവനങ്ങ് വെട്ടിക്കൊന്നതാ. എന്നിട്ട് അവനങ്ങ് പോലീസിനെ കീഴടങ്ങി. ഋതു എന്ന് പറഞ്ഞൊരുത്തൻ അയലോക്കത്ത് പോയി 4 പേരെ അതിക്രൂരമായി വെട്ടിക്കൊന്നു. എന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ 4 പേരെ കൊന്നു. ഇത് തെറ്റാണ്. ആ തെറ്റിന്റെ 100 മടങ്ങ് തെറ്റല്ലേ ഇത്? സ്നേഹിച്ചോണ്ട് ഒരു സാധനം കൊടുക്കുക, 11 ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് ചാവുക, ഈ ദിവസങ്ങളിലൊക്കെ ഇവള് ചാറ്റ് ചെയ്യുക, കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുക, അന്യം കളിക്കുക. ഇവളെന്താ വിചാരിച്ചേ? അറിയാൻ വേണ്ടി വൈകാരികമായിട്ട് സംസാരിക്കാതിരിക്കാൻ വയ്യ. ഇവളെന്താണ് ഇവിടുത്തെ നിയമത്തെ കുറിച്ച് വിചാരിച്ചു? ആരെയൊക്കെ ഷാരോണിനെയും കുടുംബത്തെയും പോലീസിനെയും അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഒരു സേഫ് സോൺ കളിയായിരിക്കണം ഗ്രീഷ്മ ഉദ്ദേശിച്ചത്. പക്ഷെ ഗ്രീഷ്മയ്ക്ക് പാളിപ്പോയി എന്നുള്ളതാണ്. പാളണം, ഇതെല്ലാം പാളണം. ഇനി ഈ വന്ന കാലത്ത് പെറ്റ കുഞ്ഞിനെ 10ാമത്തെയും 12ാമത്തെയും നിലയിൽ നിന്ന് താഴെ എറിഞ്ഞ് കൊല്ലുന്ന അമ്മമാരുള്ള നാടാണ്. ആണുങ്ങളുണ്ട് ഇല്ലെന്നല്ല, അപ്പൊ ആണും പെണ്ണും ഈ ക്രൈമിൽ ഒരുപോലെ വന്ന് നിറയുന്ന രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ഒരു പാഴ്ജന്മത്തെ ജനിപ്പിച്ചതെന്ന് അച്ഛനും അമ്മയും ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും. എന്തിനാണ്? കരയരുത്. ഇവക്ക് വേണ്ടി ഒരാൾ പോലും, അച്ഛനോ ഗ്രീഷ്മയുടെ അമ്മയോടും അച്ഛനോടുമാണ് പറയുന്നത്, മകൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീരൊഴുക്കരുത്, വാദിക്കാൻ പോകരുത്, പോട്ടെ പോലെന്ന് വെക്കണം. ഇങ്ങനെ മോള് ജനിച്ചിട്ടില്ല എന്ന് വെക്കണം. എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? വേണമെങ്കിൽ ഈ അമ്മാവിന് വേണ്ടിയിട്ട് ഒരു കേസ് എടുത്തട്ടെ. ഇവക്ക് വേണ്ടി എന്തിനാ കേസ് എടുത്തത്? തൂക്കിക്കൊല്ലട്ടെ. ഇവളെ അപ്പീല് പോകരുത്, തൂക്കിക്കൊല്ലണം. അതാണ് വേണ്ടത്. അത് എത്രയും പെട്ടെന്ന് വിധി നടപ്പിലാക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ എന്തിനാണ് ഉണ്ടുറങ്ങി കഴിയുന്നത്? ഇങ്ങനെ ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ ഒരു ഭാരം ഉണ്ടാവാൻ പാടില്ല. അത് കോടതി വിധി വന്നുകൊണ്ട് ഇനി തുറന്നു പറയാലോ. എന്തായാലും ഏറെ സന്തോഷം തരുന്ന ദിവസമാണ് ഇന്ന്. അമ്മമാരൊക്കെ
ഇപ്പം നമ്മുടെ തൊഴിലുറപ്പ് സദസ്സിലൊക്കെ ചേച്ചിമാര് ചിരിക്കുന്നുണ്ടാവും. പല അമ്മമാരുടെയും മുഖത്തിൽ വലിയ ചിരി വരുന്നുണ്ടാവും. ഭഗവാൻ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്, അല്ലെ കർത്താവെ അല്ല എന്നൊക്കെ ഒരു വിളി വിളിക്കുന്നുണ്ടാവും അമ്മമാർ. ആ വിളിയുടെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് കോടതിയെ തിരിച്ചറിഞ്ഞത്. പിന്നെ കേരള പോലീസിന് ഒരു അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. പ്രോസിക്യൂഷൻ അവരൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു. പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നൊരു ആവേശത്തിൽ തന്നെയാണ് പോലീസുകാരും ഈ പറയപ്പെടുന്ന അഡ്വക്കേറ്റുമാരും ഒക്കെ ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഇവളോടൊരു സോഫ്റ്റ് കോർണർ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇവളുടെ രീതികളും ഇവളുടെ കേസിന്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ പുറത്തു വന്നപ്പോൾ അതെല്ലാം മാറി. പിശാജ്, ഗ്രീഷ്മയല്ല, കഷായം ഗ്രീഷ്മയല്ല, പിശാജ്. ആ പിശാജിന് എന്താണ് തൂക്കുകയർ.